ഞാൻ ആദ്യം ബ്ലൈൻഡ് ആയിട്ടുള്ള സിനിമ ക്യാരക്ടേഴ്സിനെ കോപ്പി ചെയ്യാൻ നോക്കി ഞാൻ. ഇത് പടം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പാണ്. അപ്പോൾ ചില ക്യാരക്ടേഴ്സിനെ നോക്കിയിട്ട് അല്ല ഇത് എനിക്ക് ചെയ്യാൻ ചിലപ്പോൾ ഈ ക്യാരക്ടറിന് ഈ ഒരു പടത്തിൻ്റെ ഒരു അസ്തറ്റിക് നോക്കുകയാണെങ്കിൽ അത് വർക്കാവില്ല എന്ന് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കി. പിന്നെ ഞാൻ ചെയ്യാൻ നോക്കിയത് യൂട്യൂബിൽ നിന്ന് ഇൻ്റർവ്യൂസ് കുറേ കണ്ടു. ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ട് ബ്ലൈൻഡ് ആളുകളുടെ എക്സ്പീരിയൻസസും മറ്റിതൊക്കെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുമോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, എല്ലാവർക്കും വേറെ വേറെ എക്സ്പീരിയൻസസ് ആണ്. ഫോർ ബ്ലൈൻഡ് പീപ്പിൾ എവറി വൺ ഹാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. സോ ഞാൻ ഒരു സാധനം കോപ്പി അടിച്ച് നോക്കിയാൽ അത് ചിലപ്പോൾ വർക്കാവില്ല. ചിലർക്ക് ലൈറ്റ്സും ഷാഡോസും മാത്രം കാണാം, ചിലർക്ക് 100% ബ്ലൈൻഡ് ആണ്, അല്ലെങ്കിൽ പിന്നെ പാർഷ്യലി ബ്ലൈൻഡ്നെസ്, അതൊക്കെ ഉണ്ട്. വേറെ വേറെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ വിക്ടർ എങ്ങനെയാണെന്നുള്ളത്, വിക്ടറിന് ഒരു മീൻസ് ലൈറ്റ്സും ഷാഡോസ് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് വിക്ടർ. പക്ഷേ ബ്ലൈൻഡ് ആണ്. ബ്രോ ഇവിടെ ഇരിക്കുന്നതെന്ന് വിക്ടറിനെ കാണാൻ പറ്റില്ല, പക്ഷേ ഈ വരുന്ന ലൈറ്റും മറ്റും ഇതൊക്കെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ വിക്ടറിന്റെ മറ്റ് സെൻസസ് ആണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് പുള്ളിയുടെ സ്മെല്ലായിട്ടാണ് പുള്ളി ഫങ്ഷൻ ചെയ്യുന്നത്.